ഈ പ്ലാസ്റ്റിക് കുപ്പിയിലെ മദ്യത്തിന് 20 രൂപ അധികം ഈടാക്കി ബോട്ടിലുകൾ തിരികെ നൽകുമ്പോൾ പണം തിരിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി വന്നിട്ടുണ്ടല്ലോ. ആ പദ്ധതിക്കെതിരെ വ്യാപക വിമർശനം. ആ പദ്ധതിയെ നമ്മൾ പോസിറ്റീവായിട്ട് കാണണമെന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. തിരികെ കുടിക്കാൻ പോകണമെന്നല്ല, അങ്ങനെ മദ്യക്കുപ്പി ഉണ്ടെങ്കിൽ തിരിച്ചവിടെ കൊണ്ട് കൊടുക്കണം എന്ന്. കാര്യം പ്ലാസ്റ്റിക് മാലിന്യം. അപ്പോൾ തിരികെ കൊണ്ടുവരുന്ന കുപ്പികൾ വാങ്ങി പണം തിരിച്ചു നൽകാൻ പ്രത്യേക കൗണ്ടറുകൾ ഇല്ലാത്തതോടെ ഷോപ്പുകളിൽ വിൽപ്പന താളം തെറ്റി. കുപ്പി തിരിച്ചു നൽകാൻ ഔട്ട്ലെറ്റിന് സമീപത്ത് തന്നെ മദ്യപിക്കുന്നവരുടെ എണ്ണവും കൂടി. മലയാളിയുടെ കളി. പദ്ധതി നടപ്പിലാക്കിയതിന് പിന്നാലെ ഔട്ട്ലെറ്റുകളിൽ കുപ്പികൾ തിരിച്ചെത്തി തുടങ്ങി. ആദ്യ ദിനം മാത്രം 2000-ലധികം കുപ്പികൾ കിട്ടിയതായാണ് കണക്കുകൾ. എന്നാൽ കുപ്പി കാരണം ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ജീവനക്കാരും ഉപഭോക്താക്കളും. പദ്ധതിക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. കുപ്പി തിരിച്ചു കൊടുക്കാനായി ഔട്ട്ലെറ്റിന് സമീപത്ത് തന്നെ മദ്യപിക്കുന്നവരുടെ എണ്ണം കൂടി. ചിലർ മറ്റൊരു കുപ്പിയുമായി വന്ന് മദ്യമൊഴിച്ചു പോകുന്നതും കാണാം. ഇന്നലെ 20 രൂപ കിട്ടുമല്ലേ നമുക്ക്? ആ ലാഭമല്ലേ? 20 ടച്ചിങ്സ് കുടിച്ചൂടെ? ഇതിനകത്ത് ഇച്ചിരി വെള്ളം കൂടെ ചിലത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആരും കാണാനാണ്. ഈ സർക്കാർ ചെയ്ത് മഹാ മോശമാണ്. ഇത് അറിയാൻ പരിപാടി. കാര്യം വൈൻ ഷാപ്പിൽ വഴക്കുണ്ടാകുകയോ ഒരു കള്ളി ഷാപ്പിൽ വന്ന് ഈ 10 രൂപ കൂട്ടി 20 രൂപ കൂട്ടി എന്ന് പറയും. ചിലപ്പോൾ അവർ 10 രൂപ ഇല്ല ആരുടെ കടം വെച്ചോണ്ട് വന്ന് അടിക്കാറ്. പ്ലാസ്റ്റിക് കുപ്പിയിൽ പ്രത്യേകം സ്റ്റിക്കർ പതിപ്പിക്കാനും തിരികെ കൊണ്ടുവരുന്ന കുപ്പി വാങ്ങി പണം തിരിച്ചു നൽകാനും പ്രത്യേക കൗണ്ടറുകളില്ലാത്തതും ബുദ്ധിമുട്ട്. 10 മിനിറ്റ് വരിയിൽ നിന്ന് മദ്യം വാങ്ങിയെടുത്ത ഇപ്പോൾ 20 മിനിറ്റിലധികം നിൽക്കേണ്ട സ്ഥിതി. ഉപഭോക്താക്കളും ജീവനക്കാരും തമ്മിൽ തർക്കത്തിനും ഇത് കാരണമാകുന്നു. പദ്ധതി അപ്രായോഗികമെന്നും നിർത്തണമെന്നും ആവശ്യപ്പെട്ട് എംപ്ലോയീസ് സംഘ എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. നിലവിൽ ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയതാണെന്നും പരിശോധിച്ച് സാഹചര്യം വിലയിരുത്തുമെന്നും വെബ്കോ MD ഹർഷിത അട്ടല്ലൂരി പറഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.